ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് ട്രക്കിയോസ്റ്റോമി എന്ന് പറയുന്നൊരു പോർഷനാണ്. അതിനൊരു ഇൻട്രൊഡക്ഷൻ പോർഷൻ പോലെയാണ് ഞാൻ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ട്രക്കിയോസ്റ്റോമി എന്ന് പറയുന്നത്, വാട്ട് ഈസ് ട്രക്കിയോസ്റ്റോമി? A tracheostomy is a surgical opening made in the front of the neck into the trachea to help a person breathe. ഇതാണ് നമ്മുടെ ട്രക്കിയോസ്റ്റോമി എന്ന് പറയുന്നത്. ട്രക്കിയോസ്റ്റോമി എന്ന് പറയുന്നത് എന്താണ്? അതൊരു സർജിക്കൽ ഓപ്പണിംഗ് ആണല്ലേ. നമ്മൾ സർജിക്കലി ഓപ്പണിംഗ് ചെയ്യുകയാണ്. എവിടാണ് നമ്മൾ സർജിക്കലി ഓപ്പണിംഗ് ചെയ്യുന്നത്? നമ്മുടെ ഇൻ ഫ്രണ്ട് ഓഫ് ദി നെക്ക് ഇൻ ടു ദി ട്രക്കിയ. നെക്കിലൊരു ഇൻസെഷൻ ഇടുന്നതിലൂടെ നമ്മൾ ട്രക്കിയയിലേക്ക് ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രക്കിയോസ്റ്റോമി പെർഫോം ചെയ്യുന്നത്? ഒരു പേഴ്സണിനെ ബ്രീത്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്? ട്രക്കിയോസ്റ്റോമി പെർഫോം ചെയ്യുന്നത്. ക്ലിയർ? അപ്പം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ട്യൂബിൻ്റെ പേരാണ് ട്രക്കിയോസ്റ്റോമി ട്യൂബ്. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓപ്പണിങ്ങിലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് ആ എയർവേ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ട്യൂബ്. സിമ്പിൾ ഡെഫിനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രക്കിയോസ്റ്റോമി ഈസിക്കൽ ടു, അല്ലെങ്കിൽ ട്രക്കിയോസ്റ്റോമി ഈസ് ദ ആർട്ടിഫിഷ്യൽ ഓപ്പണിംഗ് ഇൻ ദി ട്രക്കിയ ടു ഹെൽപ്പ് ബ്രീത്തിങ്. ക്ലിയർ? അടുത്തത് ഇതിൻ്റെ ഒരു അനാട്ടമിയാണ്. ട്രക്കിയോസ്റ്റോമിയായിട്ട് ബന്ധപ്പെട്ട ഒരു അനാട്ടമി. നമ്മൾ പറഞ്ഞു ട്രക്കിയയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇൻസേഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രക്കിയ അല്ലെങ്കിൽ ട്രക്കിയയുടെ വേറൊരു പേരാണ് വിൻഡ് പൈപ്പ് എന്ന് പറയുന്നത്. ട്രക്കിയ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഈസോഫാഗസിൻ്റെ, അതായത് ആലിമെൻ്ററി കനാലിൽ വരുന്ന ഒരു പാർട്ടാണ് ഈസോഫാഗസ് എന്ന് പറയുന്നത്. ഈ ഈസോഫാഗസിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ടാണ് ആര് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ട്രക്കിയ സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ലാരിങ്സിൽ നിന്നും ബ്രോങ്കെ വരെയാണ് ഈ ട്രക്കിയയുടെ ആ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ട്രക്കിയെ സപ്പോർട്ട് ചെയ്തിട്ട് സി ഷേപ്ഡ് ആയിട്ടുള്ള കാർട്ടിലേജ് റിങ്സും ട്രക്കിയക്കകത്ത് ഉണ്ട്. ഇനി ട്രക്കിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എയറിനെ, നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന എയറിനെ ഡയറക്റ്റ്ലി എങ്ങോട്ട് കൊണ്ട് കൊടുക്കുക? ലങ്സിലോട്ട് കൊണ്ട് കൊടുക്കുന്നതാണ് ട്രക്കിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴൊക്കെയാണ് നമ്മൾ ഈ ട്രക്കിയോസ്റ്റോമി ചെയ്യുക? എപ്പോഴൊക്കെയാണ്? എയർവേ ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ. എയർവേ ഒബ്സ്ട്രക്ഷൻസ് ഏതൊക്കെ വഴി നമുക്ക് നടക്കാം? എന്തെങ്കിലും ട്യൂമർ വരുമോ, അല്ലെങ്കിൽ ത്രോട്ടിൽ എന്തെങ്കിലും സ്വെല്ലിങ് വരുമോ, അല്ലെങ്കിൽ ഒരു എയർവേ എന്തെങ്കിലും ട്രോമ വരുമോ, അല്ലെങ്കിൽ ഇഞ്ചറി വരുമോ, അല്ലെങ്കിൽ ഫോറിൻ ബോഡി കാരണം എയർവേ ഒബ്സ്ട്രക്റ്റ് ആയാൽ പോലും നമ്മൾ എന്ത് ചെയ്യും? ട്രക്കിയോസ്റ്റോമി പെർഫോം ചെയ്യും. പിന്നെന്താ? പ്രൊലോങ്ഡ് മെക്കാനിക്കൽ വെന്റിലേഷൻ, അതായത് പ്രൊലോങ്ഡ് ആയ ഒരു ലോങ് ഡ്യൂറേഷനിലേക്ക് ഒരു പേഴ്സൺ വെന്റിലേറ്ററിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് ICU പേഷ്യൻസ് ആയിക്കോട്ടെ, കോമ പേഷ്യൻസ് ആയിക്കോട്ടെ, അവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ട്രക്കിയോസ്റ്റോമി ചെയ്യും. അടുത്തത് എന്താ? എക്സസീവ് ആയിട്ടുള്ള സെക്രീഷൻസ്, അതായത് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് കാരണമോ അല്ലെങ്കിൽ സെക്രീറ്റ് ആവുന്ന മ്യൂക്കസിനെ ക്ലിയർ ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും? ട്രക്കിയോസ്റ്റോമി പെർഫോം ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ റെസ്പിറേറ്ററി, അതായത് സിവിയർ ആയിട്ടുള്ള എന്തെങ്കിലും റെസ്പിറേറ്ററി കണ്ടീഷൻസ്, ഹെഡ് ഇഞ്ചുറിയോ സ്ട്രോക്കോ അല്ലെങ്കിൽ ന്യൂറോ മസ്കുലർ ഡിസീസസോ, ഇതൊക്കെ ബ്രീത്തിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ട്രക്കിയോസ്റ്റോമി ചെയ്യും. പിന്നെന്താ? അപ്പർ എയർവേ എന്തെങ്കിലും ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ബേൺസ് വന്നിട്ടില്ല, മുഖമൊക്കെ പൊള്ളിപ്പോവോ അല്ലെങ്കിൽ ഫേഷ്യൽ എന്തെങ്കിലും ട്രോമ സംഭവിക്കുന്നു ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ട്രക്കിയോസ്റ്റോമി പെർഫോം ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ട്രക്കിയോസ്റ്റോമിയുടെ ടൈപ്സ് ആണ്. 2 തരത്തിലുള്ള ട്രക്കിയോസ്റ്റോമിയാണുള്ളത്. അക്കോർഡിംഗ് ടു ഡ്യൂറേഷൻ, അതായത് ട്രക്കിയോസ്റ്റോമി ഇട്ടേക്കുന്നതിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ വെച്ചിട്ട് 2 തരത്തിലുണ്ട്. ഒന്ന് ടെമ്പററി ആൻഡ് പെർമനൻറ്റ്. ടെമ്പററി എന്ന് പറയുമ്പം ആ ഒരു പേഷ്യൻ്റ് റിക്കവർ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ട്രക്കിയോസ്റ്റോമി റിമൂവ് ചെയ്ത് കളയും. പെർമനൻറ്റ് എന്ന് പറയുന്നത് പേഷ്യൻസിൻ്റെ എൻറ്റയർ ലൈഫ്, അതായത് ലൈഫ് ലോങ് എന്തുണ്ടാവും? ട്രക്കിയോസ്റ്റോമി ആ പേഷ്യൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ക്ലിയർ? അടുത്ത ഇനി പ്രൊസീജിയറിൻ്റെ ബേസിക്കലി 2 ടൈപ്പാണുള്ളത്. സർജിക്കൽ ട്രക്കിയോസ്റ്റോമി ആൻഡ് പെർക്യൂട്ടേനിയസ് ട്രക്കിയോസ്റ്റോമി. സർജിക്കൽ ട്രക്കിയോസ്റ്റോമി എന്ന് പറയുന്നത് നമ്മളൊരു നെക്കിൽ ഒരു ഇൻസിഷൻ ഇട്ടതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു കട്ടുണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ ട്രക്കിയോസ്റ്റോമി പെർഫോം ചെയ്യുന്നത്. ഇത് ഓഫൺ നമ്മൾ എന്താ സർജിക്കൽ, അതായത് OTയിലൊക്കെയാണ് ഇത് ചെയ്യാറ്. പിന്നെ പെർക്യൂട്ടേനിയസ് ട്രക്കിയോസ്റ്റോമി എന്ന് പറയുന്നത് നമ്മളൊരു നീഡിൽ പ്രിക്ക് അല്ലെങ്കിൽ ഒരു നീഡിൽ ഇഞ്ചുറി, നീഡിൽ പങ്ക്ചർ വെച്ചിട്ട് നമ്മളൊരു ആദ്യം ഒരു നീഡിൽ പങ്ക്ചർ ആയിരിക്കും ചെയ്യാം. ഗ്രാജുവലി ആയിരിക്കും എന്ത് ചെയ്യുക? ട്രക്കിയോസ്റ്റോമിയുടെ ട്യൂബ് പോകാനുള്ള ആ ഒരു സ്പേസ് വൈഡൻ ചെയ്യിക്കുക. ഓക്കെ, ലാസ്റ്റ് ഔട്ട്പുട്ട് വരുന്നത് സെയിം ആയിരിക്കും, പക്ഷേ ഫസ്റ്റത്തെ ആ ഒരു പ്രൊസീജിയറിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് രണ്ട് മെത്തേഡിലാണ്. ഓക്കെ, ഇത് ഈ ഒരു പെർക്യൂട്ടേനിയസ് ട്രക്കിയോസ്റ്റോമി എന്ന് പറയുന്നത് ബേസിക്കലി ICUയുടെ ബെഡ് സൈഡിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, അടുത്തത് ട്യൂബിൻ്റെ കമ്പോണൻസ് ആണ്. ഇതാണ് ട്രക്കിയോസ്റ്റോമിയുടെ ട്യൂബ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ഔട്ടർ കാനുല ആൻഡ് ഇതാണ് മെയിൻ ട്യൂബ്. ഔട്ടർ കാനുലയാണ് നമ്മുടെ മെയിൻ ട്യൂബ് എന്ന് പറയുന്നത്. ഈ ഔട്ടർ കാനുലയാണ് നമ്മൾ ആദ്യം ട്രക്കിയയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതും ട്രക്കിയയിൽ റിമൈൻസ് ആയിട്ട് കിടക്കുന്നതും ആരാണ്? ഈ ഔട്ടർ കാനുലയാണ്. അടുത്തത് ഇന്നർ കാനുലയാണ്. ദിസ് ഈസ് ദ ഇന്നർ കാനുല.
ഇന്നർ കാനുല എന്ന് പറയുന്നത് നമുക്ക് പുറത്ത് കാണാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഇന്നർ കാനുല. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലീനിങ്ങിൻ്റെ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് ഒബ്റ്റുറേറ്റർ ആണ്. അത് ഈ പടത്തിലില്ല. ഒബ്റ്റുറേറ്റർ എന്ന് പറയുന്നത് ഇൻസേർഷന് സമയത്ത്, അതായത് ഈ ട്രക്കിയോസ്റ്റോമിയുടെ ട്യൂബ് ഇൻസേർഷൻ സമയത്ത് എന്ത് ചെയ്യുന്ന, മീൻസ് അതിനെ അസിസ്റ്റ് ചെയ്യുന്ന ആളാണ് ഈ ഒബ്റ്റുറേറ്റർ എന്ന് പറയുന്നത്. ഈ ട്യൂബിൻ്റെ എഡ്ജസ് പോയി ഇഞ്ചുറീസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്ന ആളാണ്, സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഈ ഒബ്റ്റുറേറ്റർ എന്ന് പറയുന്നത്. നമ്മൾ ട്യൂബ് സക്സസ്ഫുള്ളി ഇൻസേർട്ട് ആയി കഴിഞ്ഞാൽ ഒബ്റ്റുറേറ്റർ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. ഓക്കെ, നെക്ക് പ്ലേറ്റ് എന്ന് പറയുന്നത് ഇതിനെയാണ്, ഈ രണ്ട് കാണുന്ന ഈ ഒരു ഫ്ലാഞ്ചസിനെയാണ് നമ്മൾ നെക്ക് പ്ലേറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ട്രക്കിയോസ്റ്റോമി ട്യൂബ് നമ്മുടെ കഴുത്തിൽ ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലാഞ്ചസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്തത് കഫാണ്. കഫ് എന്ന് പറയുന്നത് ഈ ബലൂണിനെ ഇൻഫ്ലേറ്റ് ചെയ്യാനുള്ളതാണ്. അതായത് ആസ്പിറേഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ കഫ് സഹായിക്കുന്നത്. വെന്റിലേറ്റർ ആയിട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ വെന്റിലേറ്റർ കിടക്കുന്ന പേഷ്യൻസിന് മാത്രമേ നമ്മൾ കഫ് യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അടുത്ത ട്രക്കിയോസ്റ്റോമി ട്യൂബിൻ്റെ ടൈപ്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ കഫും ഉണ്ട്, അൺകഫും ഉണ്ട്. അതായത് കഫുള്ള ട്യൂബ്സും ഉണ്ട്, കഫ് ഇല്ലാത്ത ട്യൂബ്സും ഉണ്ട്. കഫുള്ള ട്യൂബ്സാണ് നമ്മൾ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിനും, അല്ലാത്ത സ്റ്റേബിൾ വെന്റിലേറ്റർ അല്ലാത്ത പേഷ്യൻസിന് നമ്മൾ അൺകഫ്ഡ് ട്യൂബ്സുമാണ് നമ്മൾ കൊടുക്കാറ്. അടുത്തത് ഫെനസ്ട്രേറ്റഡ് ആൻഡ് നോൺ ഫെനസ്ട്രേറ്റഡ്. ഫെനസ്ട്രേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്യൂബ്സിലൊക്കെ കുറേ ഓപ്പണിങ്സ് ഉണ്ടാവും. ഓക്കെ, സ്പീക്കിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവും, ഓപ്പണിങ്സ് ഉള്ള ട്യൂബ്സും ഉണ്ട്, എന്നാൽ ഓപ്പണിങ്സ് ഇല്ലാത്ത ട്യൂബ്സും ഉണ്ട്. ഓപ്പണിങ്സ് ഇല്ലാത്ത ട്യൂബ്സിനെയാണ് നമ്മൾ നോൺ ഫെനസ്ട്രേറ്റഡ് ട്യൂബ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്തത് മെറ്റൽ വേഴ്സസ് പ്ലാസ്റ്റിക്. ഇപ്പോൾ നമ്മൾ ലോങ് ടേമിലേക്കാണ് ട്രക്കിയോസ്റ്റോമി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മെറ്റൽ ആയിട്ടുള്ള ട്രക്കിയോസ്റ്റോമി ട്യൂബ് ആയിരിക്കും യൂസ് ചെയ്യുക. ഇനി അല്ല, മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് ട്യൂബാണ്. ക്ലിയർ? അടുത്ത ട്രക്കിയോസ്റ്റോമി കെയറിൻ്റെ ഒബ്ജക്റ്റീവ്സ്. എന്തിനാണ് നമ്മൾ ട്രക്കിയോസ്റ്റോമി കെയർ കൊടുക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എയർവേ പേറ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും, ഇൻഫെക്ഷൻസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനും, സെക്രീഷൻസ് റിമൂവ് ചെയ്യാനും, ട്യൂബിൽ എന്തെങ്കിലും ബ്ലോക്കേജ് ഒക്കെ ഉണ്ടാവുന്നത് പ്രതിരോധിക്കാനും, അതേപോലെ തന്നെ പേഷ്യൻറ്റിന് കംഫർട്ട് പ്രൊമോട്ട് ചെയ്യാനും, കോംപ്ലിക്കേഷൻസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനുമാണ് നമ്മൾ മെയിനായിട്ട് ട്രക്കിയോസ്റ്റോമി കെയർ കൊടുക്കുന്നത്. ക്ലിയർ? അടുത്തത് നമ്മൾക്ക് ഇപ്പോൾ കെയറിന് ആവശ്യമായുള്ള എക്യുപ്മെൻറ്റ്സ്. സ്റ്റെറൈൽ എക്യുപ്മെൻറ്റ്സ് വേണം, അല്ലാത്ത എക്യുപ്മെൻറ്റ്സ് വേണം. സ്റ്റെറൈൽ എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ സ്റ്റെറൈൽ ഗ്ലൗസ്, ഗോസ്, കോട്ടൺ ആപ്ലിക്കേറ്റേഴ്സ്, സ്റ്റെറൈൽ ആയിട്ടുള്ള സലൈന്, ന്യൂ ട്രക്കിയോസ്റ്റോമി ടൈസ്, അതായത് നമ്മൾ നെക്കിൽ വരുന്ന ആ ഒരു സ്റ്റിക്കി സാധനമില്ല, ഫ്ലാഞ്ചസ്, അതാണത്. പിന്നെ ഒരു കിഡ്നി ട്രേ. ഇനി അതർ എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് സക്ഷൻ മെഷീൻ വരും, സക്ഷൻ കത്തീറ്റ് വരും, PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്. ഇതിനകത്ത് ഗ്ലൗസ്, മാസ്ക്, നമ്മുടെ തലയിലിടുന്ന ക്യാപ്പ് എല്ലാം വരും. ഓക്കെ, പിന്നെ ഒരു വേസ്റ്റ് ബാഗ്. ഇത്രയാണ് നമുക്ക് വേണ്ടുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, പ്രൊസീജിയർ പേഷ്യനോട് പറഞ്ഞു കൊടുക്കുക, ഹാൻഡ് വാഷ് പ്രോപ്പറായിട്ട് ചെയ്യുക, PPE വെയർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഗ്ലൗസും മാസ്കും ഇടുക. എന്നിട്ട് പേഷ്യൻറ്റിനെ സെമി ഫൗളേഴ്സ് പൊസിഷനിലേക്ക് നമ്മൾ ഇരുത്തുക. അത് കഴിഞ്ഞിട്ട് സ്റ്റെറൈൽ സപ്ലൈസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് സ്റ്റെറൈൽ ഗ്ലൗസ് നമ്മൾ ഇടുക. ഓൾഡ് ഡ്രസ്സിങ് പതുക്കെ നമ്മൾ എടുത്ത് മാറ്റുക. എന്തെങ്കിലും റെഡ്നെസ്സോ സ്വെല്ലിങ്ങോ അങ്ങനെ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇന്നർ കാനുല എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, സ്റ്റെറൈൽ സെലൈൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ക്ലീൻ ചെയ്യുക. ഓക്കെ, ഡ്രൈഡ് സെക്രീഷൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോട്ടൺ ആപ്ലിക്കേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. അടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, കാനുല പ്രോപ്പറായിട്ട് ഡ്രൈ ചെയ്യുക, റീഇൻസേർട്ട് ചെയ്യുക, ആൻഡ് പിന്നെ എന്ത് ചെയ്യുക, ലോക്ക് ചെയ്ത് വെക്കുക. അതായത് ഇന്നർ കാനുല. ഓക്കെ, ഇനി സ്റ്റോമ ഏരിയ, അതായത് ആ ഇൻസെഷൻ ഇട്ടേക്കുന്ന ആ ഒരു ഏരിയയില്ലേ, അത് നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക. ഇൻസൈഡിൽ നിന്ന് ഔട്ട്വേർഡിലേക്ക് എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യുക. സ്റ്റെറൈൽ ആയിട്ടുള്ള ഡ്രസ്സിങ് നമ്മൾ അപ്ലൈ ചെയ്യുക. ടൈസ്, അതായത് നെക്ക് ഫ്ലാഞ്ചസ് ഡേർട്ടി ആണെന്നുണ്ടെങ്കിൽ അത് മാറ്റി പുതിയത് പ്ലേസ് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മൾ ട്യൂബ് പ്രോപ്പറായിട്ട് സെക്യൂർ ചെയ്ത് വെക്കുക, പ്രൊസീജിയർ ഡോക്യുമെൻറ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ ട്രക്കിയോസ്റ്റോമി കെയറിൻ്റെ പ്രൊസീജിയർ. അടുത്ത് നമ്മൾ നോക്കുന്നത് ട്രക്കിയോസ്റ്റോമി സക്ഷനിങ്. നമ്മൾ പറഞ്ഞു ട്രക്കിയോസ്റ്റോമി സക്ഷനിങ് എന്ന് പറഞ്ഞു. എന്താണ് ട്രക്കിയോസ്റ്റോമി സക്ഷനിങ്? നമ്മുടെ ഉള്ളിൽ, അതായത് നമ്മൾ പറഞ്ഞു സെക്രീഷൻസ് ഒക്കെ ഉണ്ടല്ലേ, ഈ സെക്രീഷൻസ് നോർമലി അവർക്ക് പുറത്ത് കളയാൻ പറ്റത്തില്ല. അപ്പോൾ ആ സമയത്ത് ഈ സെക്രീഷൻസ് നമ്മളൊരു സക്ഷൻ കത്തീറ്റർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, റിമൂവ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രക്കിയോസ്റ്റോമി സക്ഷനിങ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂക്കസ് റിമൂവ് ചെയ്യുക, എയർവേ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ഓക്സിജനേഷൻ ഇമ്പ്രൂവ് ചെയ്യുക. കാരണം ഈ സെക്രീഷൻസ് ഇരിക്കുമ്പോൾ പ്രോപ്പറായിട്ട് ഓക്സിജൻ എടുക്കാൻ പറ്റില്ല. പിന്നെന്താ, ഇൻഫെക്ഷൻസ്, നമുക്കറിയാം സെക്രീഷൻസ് ഇരിക്കുന്നത് ഒട്ടും നല്ലതല്ല. ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യുക. ട്യൂബിൽ ബ്ലോക്കേജ് ഉണ്ടാവാനും ഈ സെക്രീഷൻസിനെ കൊണ്ട് പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു ട്യൂബ് ബ്ലോക്കേജ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ സക്ഷനിങ് ചെയ്യുന്നത്.
ഇപ്പോൾ എപ്പോഴൊക്കെയാണ് നമ്മൾ സക്ഷനിങ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഷ്യൻസിന് ഗർഗ്ലിംഗ് സൗണ്ട്, അതായത് ഇപ്പോൾ നമുക്ക് അതിലൊരു കുറുകൽ സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ട് ഉണ്ടെങ്കിൽ, വിസിബിളായിട്ട് നമുക്ക് സെക്രഷൻസ് കാണാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓക്സിജൻ സാച്ചുറേഷൻ കുറവാണെന്നുണ്ടെങ്കിൽ, റെസ്പിറേറ്ററി റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ, ഇത്രയും സിറ്റുവേഷൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സക്ഷനിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പം എല്ലാവർക്കും ക്ലാസ് മനസ്സിലായിരിക്കുന്നു. താങ്ക് യു.